ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വ്യൂസ് ഒന്നും ഇല്ലാത്തത്? ഇത് ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. അതായത് നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് നടത്തുന്നത് എങ്കിൽ നമ്മുടെ ഷോപ്പിൽ നല്ല നല്ല ഐറ്റം അല്ലെങ്കിൽ നല്ല പ്രൊഡക്ട്സ് എല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ് നടക്കൂ. നമ്മുടെ ഷോപ്പിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ബിസിനസ് നടക്കില്ല. ഇതേ മെത്തേഡ് തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതായത് നമ്മൾ നല്ല നല്ല വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം വരും. അതുപോലെ വ്യൂസ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമ്മൾ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കൂ. നിങ്ങൾ ഒരു കുക്കിംഗ് ചാനലാണ് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരിലേക്കാണ് നിങ്ങളുടെ വീഡിയോസ് എത്തേണ്ടത്. അതുപോലെ നിങ്ങൾ ഒരു ടെക് ചാനലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ടെക് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലെല്ലാമാണ് നിങ്ങളുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരു ടെക് റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ടെക് റിലേറ്റഡ് ഗ്രൂപ്പ്സുകളിലാണ് നിങ്ങൾ ഈ വീഡിയോ ലിങ്ക്സ് എല്ലാം ഷെയർ ചെയ്യേണ്ടത്. വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീഡിയോ കറക്റ്റായ ഓഡിയൻസിലേക്കല്ല എത്തുന്നത് എങ്കിൽ നമ്മൾ ഇതുപോലെ ലിങ്ക്സ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ നഷ്ടമാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ ലിങ്ക് എല്ലായിടത്തും ഇടരുത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ വ്യൂസ് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ പറ്റുന്ന മറ്റൊരു അബദ്ധമാണ് പലരുടെയും വാഗ്ദാനങ്ങളിൽ ചെന്ന് വീഴുന്നത്. അതായത് പലരും പറയും നിങ്ങൾക്ക് 4000 വാച്ച് അവർ അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നൽകാമെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പോകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് താൽക്കാലികമായി കുറച്ച് വ്യൂസ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടി എന്ന് വരാം. എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ല. അതിനാൽ തന്നെ പിന്നീട് നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വ്യൂസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ ഡെഡ് ആവുകയും ഇത് കാരണം നമ്മുടെ ചാനൽ ടെർമിനേഷൻ വരെ സംഭവിക്കാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ നമ്മൾ നല്ല വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഓഡിയൻസിനെ എല്ലാം കിട്ടും. അതായത് അവർ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോ കാണുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും. അതിനാൽ തന്നെ നല്ല കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇതുവഴി നമ്മുടെ ചാനലിലേക്ക് ധാരാളം വ്യൂസ് കൊണ്ടുവരാനും അതുവഴി നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.